നിങ്ങൾ പറയുന്ന നിർവചനം മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നു അദ്ദേഹം മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാതിരുന്നത്. ഇനിയും വരിക, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് എത്രയെത്ര പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു പ്രാർത്ഥനയെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയോടില്ല, ഇസ്മായിൽ നബിയോടില്ല, അയ്യൂബ് നബിയോടില്ല, നോഹ് നബിയോടില്ല, ഒരു നബിയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയില്ല. എന്തേ? നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ നിർവചനം അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ആ അമ്പിയാക്കളുടെ മാർഗം അംഗീകരിച്ച്, ആ ഔലിയാക്കളുടെ മാർഗം സ്വീകരിച്ച് സ്വർഗത്തിലെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സമുദായത്തോട് മുജാഹിദുകൾ പറയുന്നത് നാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ഇവിടെ പറഞ്ഞു, രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഖണ്ഡിക്കാൻ പോവുകയാണ്, അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയുണ്ടായി. ആശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ ആ ആശ്വാസത്തിനിടയിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോകുന്നത് കൂടി ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, മുജാഹിദുകൾ ശിർക്കിന്റെ ഗൗരവം കുറക്കാൻ ശ്രമിക്കുകയാണ്. ആരോടാണിത് പറയുന്നത്? ഈ സമുദായം ശിർക്കിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ലാ തഖൂമുസ് സാഅതു, ഈ ലോകാവസാനം സംഭവിക്കുകയില്ല. ഏതുവരെ എന്നറിയുമോ? എന്റെ സമുദായത്തിലുള്ള ഒരു വിഭാഗം, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ ശിർക്കിലേക്ക് ബഹുദൈവ വിശ്വാസികളുമായി പങ്കുചേരുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് ബോധ്യപ്പെടുത്തി ഈ സമുദായത്തെ ശിർക്കിൽ നിന്ന് മുക്തരാക്കാൻ ശ്രമിക്കുന്ന മുജാഹിദുകളെ കുറിച്ച് എന്നു മാത്രമല്ല പുറത്തുള്ള വേദികളിലൊക്കെ ഇക്കാലം വരെ പറഞ്ഞതെന്താണ്? ഇതാ നമ്മൾ മുശിരിക്കാക്കുകയാണ് സുന്നികളെ, കാക്കകാരണവന്മാരെ മുശിരിക്കാക്കി കളയുന്നു എന്ന് പറഞ്ഞ് ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് പറയുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ഇവിടെ വന്നപ്പോ മറന്നുപോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? മുജാഹിദുകൾ ശിർക്കിന്റെ ഗൗരവം വളരെ കുറച്ചു കളയുന്നു എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. പിന്നെയോ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശിരിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശിരിക്കാക്കിയത്? ഞാൻ ചോദിക്കട്ടെ. ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ ഒരു ഹദീസ് വായിച്ചു, എന്നിട്ട് അതിന് വിശദീകരണവും പറഞ്ഞു. ആദ്യം പറയാത്ത ഒരു വിശദീകരണം പിന്നീട് കൂട്ടിച്ചേർത്തുവല്ലോ. വ്യാപകമായി ഈ സമുദായത്തിൽ വ്യാപകമായ ശിർക്ക് സംഭവിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണോ? ഒരു പ്രദേശത്തെ പരിഗണിച്ചുകൊണ്ടാണോ വ്യാപകം എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുഴുവൻ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളഞ്ഞു എന്ന് പറയുന്നത്? അതേപോലെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു എന്നതിന്റെ പേരിലാണ് മുശ്രിക്കാക്കുന്നത് എന്നാണ്. ഇനി വേറൊരാൾ വന്ന് വിലപിക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു, ഞാൻ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു, അസ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ, അസ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നോമ്പെടുത്തു എന്നതിന്റെ പേരിൽ ഞാൻ ശിർക്ക് ചെയ്തു എന്നിതാ ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ വിലപിക്കുന്നതിന് സമാനമാണ് ഈ വിലാപവും. അതിനേക്കാൾ ഒരു പ്രാധാന്യവും ഇതിനില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയോ ശിർക്കിന്റെ ഉമ്മാക്കിയുമായി മുജാഹിദുകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ്. ഉമ്മാക്കിയല്ല, മറിച്ച് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടിയാണ് ഈ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നത്, അതിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമ്മാക്കിയാണോ അല്ലേ എന്ന് ഈ സമുദായത്തിന് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ അത് കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. പിന്നെയോ ഇവിടെ പറഞ്ഞല്ലോ ഉദാഹരണം, ബ്രേക്ക് പൊട്ടുന്ന ഉദാഹരണം പറഞ്ഞു, കുളത്തിൽ വീഴുന്ന ഉദാഹരണം പറഞ്ഞു. ശരിയാണ്, അത് തന്നെയാണ് മുജാഹിദുകൾ പറയുന്നത്. എല്ലാ കാലത്തും മുജാഹിദുകൾ പറഞ്ഞത് അത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിലുള്ള കാര്യം അത് മുജാഹിദുകൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ നമുക്കത് വിശദീകരിക്കാം.
കുഞ്ഞീദ് മദനിയുടെ പുസ്തകം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ മുജാഹിദുകൾ ആദ്യം പറഞ്ഞ നിർവചനം ഇപ്പോൾ മാറ്റിപ്പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഏതാണ് ആ നിർവചനം? എങ്ങനെയാണ് ആ നിർവചനങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നത്? സൃഷ്ടിയുടെ കഴിവ്, മനുഷ്യ കഴിവ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ? മനുഷ്യ കഴിവിനതീതം, സൃഷ്ടിയുടെ കഴിവിനതീതം എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ആണെങ്കിൽ അതൊന്ന് കൃത്യമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഒരിക്കൽ സൃഷ്ടിയുടേതെന്ന് പറഞ്ഞു, പിന്നെ മറ്റൊരിക്കൽ മനുഷ്യന്റേതെന്ന് പറഞ്ഞു എന്നതാണ് മുജാഹിദുകൾക്ക് സംഭവിച്ച വൈരുദ്ധ്യമെങ്കിൽ അതാളുകളോട് ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ ആരൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, ഏതിനെപ്പറ്റിയൊക്കെ സൃഷ്ടിയുടെയും മനുഷ്യന്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ പറഞ്ഞു, മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതിനെയാണ് ഇവർ എതിർക്കുന്നത്. ആരാണ് പറഞ്ഞത് ഈ സമുദായത്തിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ, ലോകത്തുള്ള മുസ്ലിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രാർത്ഥന കേൾക്കുവാൻ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഅ്ജിസത്തിലൂടെ, കറാമത്തിലൂടെ അമ്പിയായിന്, ഔലിയായിന് പ്രാർത്ഥന കേൾക്കുവാനും അതിനുത്തരം ചെയ്യുവാനുമുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ഇതാ ഞങ്ങൾ ഇങ്ങനെയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഅ്ജിസത്ത് നൽകി എന്ന് പറയുന്നത്, കറാമത്ത് നൽകി എന്ന് പറയുന്നത് എന്ന് തെളിവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തേ? ഈ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത എന്ത് മുഅ്ജിസത്താണ് പൂർവിക അമ്പിയാക്കൾക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത എന്ത് കറാമത്തിന്റെ പ്രാധാന്യമാണ് ഈ സമുദായത്തിന് പറയാനുള്ളത്? പറയാനില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാം തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാഇന് മുഅ്ജിസത്തുണ്ട് എന്ന്. അവരുടെ സമൂഹത്തിൽ ജീവിച്ച ഔലിയാഇന് കറാമത്തുണ്ട് എന്നറിയാം. ആ ഔലിയാഇന്റെ കറാമത്തുകൾ, അമ്പിയാഇന്റെ മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞില്ല, ഇതാ മൂസാ നബിക്കുന്ന മുഅ്ജിസത്തുണ്ട്, ഈസാ നബിക്കുന്ന മുഅ്ജിസത്തുണ്ട്, ഇബ്രാഹിം നബിക്കുന്ന മുഅ്ജിസത്തുണ്ട്. അതേപോലെ തന്നെ അവരുടെ സമൂഹത്തിൽ ജീവിച്ച ഇന്ന മഹാന്മാർക്ക് ഇത്രയൊക്കെ കറാമത്തുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തേടിക്കൊള്ളുക, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ആ മുഅ്ജിസത്ത് കൊണ്ടോ ആ കറാമത്ത് കൊണ്ടോ നിങ്ങളെ അവർ സഹായിക്കും എന്നൊരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞല്ലോ, എന്നെ സഹായിക്കും, ഞാൻ സഹായിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? ആര് മനസ്സിലാക്കിയത്? ഇവർ പറഞ്ഞു, ഇവർ മനസ്സിലാക്കി എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്യത്തെ സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പദം എന്താണ്? ഞാൻ അഭയകേന്ദ്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ അഭയകേന്ദ്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതിസ്തിഗാസ